ഹൈപ്രപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ റിസർച്ച് ഓഫീസർ എന്ന തസ്തികയിലേക്കുള്ള പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഈ മാസം PSC പ്രസിദ്ധീകരിക്കുന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഗസറ്റഡ് റാങ്കിലുള്ള ഒരു പോസ്റ്റാണ്. മറ്റു പരീക്ഷകളെ അപേക്ഷിച്ച് ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറവായിരിക്കും. ഊർജ്ജസ്വലതയോടുകൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഒരു നല്ല ജോലി സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു സുവർണ അവസരമാണ്. ഈ പരീക്ഷയുടെ സിലബസിലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ടൈം ആൻഡ് വർക്ക്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ടൈം ആൻഡ് വർക്ക്? ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ, ജോലിയും ജോലി ചെയ്യുന്ന സമയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ടൈം ആൻഡ് വർക്കിൽ ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഭാഷയിൽ നമുക്കിത് എന്താണെന്ന് ഒന്ന് നോക്കാം. ഇതാ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എ പേഴ്സൺ ക്യാൻ മേക്ക് 20 ടോയ്സ് ഇൻ എ ഡേ. ഒരു വ്യക്തി ഒരു ദിവസം 20 ടോയ്സ് നിർമ്മിക്കും. അപ്പോൾ അയാൾ 10 ദിവസം കൊണ്ട് എത്ര ടോയ്സ് നിർമ്മിക്കും? അദ്ദേഹം 200 ടോയ്സ് നിർമ്മിക്കും. അപ്പൊ എന്താണ് അയാളുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്? അയാൾ നിർമ്മിച്ചു തീർക്കുന്ന ഈ 200 ടോയ്സ് ആണ് അയാളുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. എന്താണ് ഈ 10 ഡേയ്സ്? ഈ 200 ടോയ്സ് നിർമ്മിക്കുവാൻ അയാൾ എടുക്കുന്ന സമയമാണ് 10 ഡേയ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് 20 ടോയ്സ്? അയാൾ ഒരു ദിവസം ചെയ്യുന്ന ജോലിയാണല്ലേ. അപ്പൊ അത് അയാളുടെ എന്താണ്? അയാൾക്ക് ഒരു ദിവസം ചെയ്തു തീർക്കാൻ കഴിയുന്ന ജോലിയാണ്. അത് അയാളുടെ എഫിഷ്യൻസിയാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്നും വ്യക്തമാകും, എഫിഷ്യൻസിയെ സമയം കൊണ്ട് ഗുണിക്കുമ്പോൾ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് കിട്ടും. നമുക്ക് എപ്പോഴും എക്സാംസിന് ഇത്തരം പ്രോബ്ലം ചെയ്യാനായിട്ട് വേണ്ടുന്നത്, ചിലപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസിൽ നമുക്ക് സമയമാണ് കണ്ടെത്തേണ്ടത്. നമ്മളോട് ടൈം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇതാ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടും. ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസിയാണ്. അതുപോലെ എഫിഷ്യൻസി എന്താണ്? ഒരാളുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ വർക്കിനെ എത്ര ദിവസമാണോ അയാൾക്ക് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒരാളുടെ ഒരു ദിവസത്തെ വർക്കാണ് അയാളുടെ എഫിഷ്യൻസി. ആ ജോലി ചെയ്തു തീർക്കുവാനുള്ള സമയമാണ് ടൈം എന്ന് പറയുന്നത്. ആ എഫിഷ്യൻസി ഉപയോഗിച്ച് അയാൾ അത്രയും ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലിയാണ് അയാളുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഒരു വ്യക്തി ഒരു ജോലി n ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെങ്കിൽ അയാളുടെ 1 ഡേയ്സ് വർക്ക് എന്ന് പറയുന്നത് 1/n ആയിരിക്കും. അതായത് n-ന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. ഇനി ഒരാളുടെ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് 1/n ആണ് എങ്കിൽ ആ ജോലി ചെയ്തു തീർക്കുവാൻ അയാൾ എടുക്കുന്ന സമയം n ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് തുടങ്ങി വെക്കാൻ പറ്റും. നോക്കാം നമുക്ക്. ദാ എ എന്ന് പറയുന്ന ഒരു വ്യക്തി 20 ദിവസം കൊണ്ടാണ് ഒരു ജോലി ചെയ്തു തീർക്കുന്നത്. അതേ ജോലി ചെയ്തു തീർക്കുവാനായി ബിക്ക് 10 ദിവസം മാത്രം മതി. അപ്പോൾ ആരാണ് ഇതിൽ ഏറ്റവും വേഗത്തിൽ ജോലി ചെയ്യുന്നത്? ബി ആണല്ലേ. ഒരേ ജോലിയാണ്. എ 20 ദിവസം എടുക്കുമ്പോൾ ബി 10 ദിവസമേ എടുക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ കഴിയും? ബി കുറച്ചും കൂടെ മിടുക്കനാണ് എന്ന് പറയും. അതായത് ബി കുറച്ചും കൂടെ എഫിഷ്യന്റ് ആണ്. ബിയുടെ എഫിഷ്യൻസി എയുടെ എഫിഷ്യൻസിയേക്കാൾ കൂടുതലാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സമയം കുറവാണ് എടുക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ എഫിഷ്യൻസി കൂടുതലായിരിക്കും. സമയം കൂടുതലാണ് എടുക്കുന്നതെങ്കിലോ ആ വ്യക്തിയുടെ എഫിഷ്യൻസി കുറവായിരിക്കും. ഇനി രണ്ട് വ്യക്തികൾ ഒരേ ജോലി ചെയ്യുമ്പോൾ അവരെടുക്കുന്ന സമയത്തിന്റെ റേഷ്യോ A:B ആണ് എങ്കിൽ അവരുടെ
എഫിഷ്യൻസിയുടെ റേഷ്യോ B:A ആയിരിക്കും. നമ്മൾ ഇവിടുത്തെ എക്സാമ്പിൾ എടുത്താൽ അവരുടെ ടൈമിന്റെ റേഷ്യോ 20:10 ആണെങ്കിൽ അവരുടെ എഫിഷ്യൻസി, അവരൊരു ദിവസം ചെയ്യുന്ന ജോലിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 10:20 ആയിരിക്കും. ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ആയിരിക്കണം. ഇങ്ങനെ ഓർത്താൽ മതി. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ജോലി ചെയ്യുമ്പോൾ അയാളുടെ എഫിഷ്യൻസി ആയിരിക്കും എപ്പോഴും കൂടുതലെന്ന് ഓർത്തിരുന്നാൽ മതി. നോക്കാം. ഇതാ ഇവിടെ തന്നിരിക്കുന്ന ഈ സ്റ്റെപ്പുകളും ഈ ഇക്വേഷൻസും ഒക്കെ നമ്മൾ പൊതുവെ ടൈം ആൻഡ് വർക്കിന്റെ പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. അതായത് ഒരു ജോലി X ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും, B അതേ ജോലി Y ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. അവരൊന്നിച്ചാണ് ആ ജോലി ചെയ്ത് തീർക്കുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കും? ടൈം ആൻഡ് വർക്കിൽ ഏറ്റവും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഇക്വേഷൻ മെത്തേഡിൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുവാണ്. അപ്പോൾ എത്ര ദിവസം എടുക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? X ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എയുടെ 1 days വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/X ആയിരിക്കും. നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തു അത്. ഇനി B ഒരു ദിവസം ഒരു ജോലി ചെയ്ത് തീർക്കാൻ Y ദിവസം എടുക്കുമെങ്കിൽ ബിയുടെ 1 days വർക്ക് എത്ര ആയിരിക്കും? 1/Y ആയിരിക്കും. ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവര് രണ്ടുപേരും കൂടിയാണ് ഈ ജോലി ചെയ്യുന്നതെങ്കിൽ അവർ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 1/X + 1/Y വർക്ക് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ. ഇതിന്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മളിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് വരും? 1 × X + 1 × Y ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്ത് കൊടുക്കണം? X × Y എന്ന് നമ്മൾ കൊടുക്കണം. അപ്പോൾ എന്ത് വരും? 1 × X X, 1 × Y Y, X + Y / X × Y എന്ന് വരും. എന്താണിത്? ഇതാണ് അവരുടെ ഒരു ദിവസത്തെ ജോലി. നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ പഠിച്ചു, ഒരു ദിവസത്തെ ജോലി 1/N ആണ് എങ്കിൽ ആ ജോലി ചെയ്തു തീർക്കുവാൻ എത്ര ദിവസം എടുക്കും? N ദിവസം എടുക്കും. എങ്ങനെയാണ് 1/N-ൽ നിന്നും N വരുന്നത്? 1/N-ന്റെ റെസിപ്രോക്കൽ ആണ്. റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ എന്താണ്? അംശം ഛേദമായി വരും, ഛേദം അംശമായി വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇതെന്ന് പറയുന്നത് X + Yയുടെ 1 days വർക്കാണ്. അപ്പോൾ ആ ജോലി ചെയ്തു തീർക്കുവാൻ എടുക്കുന്ന സമയം എന്തായിരിക്കും? ഇതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്റർ ആയിട്ടുള്ള X × Y ന്യൂമറേറ്റർ ആയിട്ടും ന്യൂമറേറ്റർ ആയിട്ടുള്ള X + Y ഡിനോമിനേറ്റർ ആയിട്ടും വരും. ഇതാണ് എയും ബിയും ഒന്നിച്ചാണ് ആ ജോലി ചെയ്തു തീർക്കുന്നതെങ്കിൽ ആ ജോലി ചെയ്തു തീർക്കുവാൻ എടുക്കുന്ന സമയം. ഇതാണ് ഇക്വേഷൻ മെത്തേഡ്. അത് ഉപയോഗിച്ചാണ് ഇവിടെ ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. 10 days-ഉം 15 days-ന്റെ ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. ഇനി ഈ മെത്തേഡ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കും? കുറച്ചും കൂടി എളുപ്പമുള്ള എല്ലാത്തരം ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉപയോഗിക്കും. അതാണ് യൂണിറ്ററി മെത്തേഡ് അഥവാ LCM മെത്തേഡ്. ഇവിടെ കുറെ സ്റ്റെപ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊന്നും കണ്ട ഭയപ്പെടേണ്ട. ഞാൻ ആദ്യം ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഒരു എക്സാമ്പിൾ വെച്ച്. എന്നിട്ട് നമുക്ക് വന്ന് ഈ സ്റ്റെപ്സ് ഒന്ന് വായിച്ചു നോക്കാം. അതേ ചോദ്യം. ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്യും, B അതേ ജോലി 15 ദിവസം കൊണ്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? നോക്കാം. അപ്പൊ നമുക്കിവിടെ ഇവർ ചെയ്യുന്ന ജോലി എന്താണെന്ന് വേണം, എങ്കിലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഇവർ ചെയ്യുന്ന ടോട്ടൽ വർക്ക് നമുക്ക് വേണം. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ദിവസത്തിന്റെ LCM ആയിരിക്കും. എയുടെ 10 ദിവസവും ബിയുടെ 15 ദിവസവും. ആ 2 ദിവസങ്ങളുടെ LCM നമ്മൾ കണ്ടുപിടിക്കും. അതായിരിക്കും ടോട്ടൽ വർക്ക്. അവരെന്ത് ജോലി ചെയ്താലും അത് ഈ ടോട്ടൽ വർക്ക് കിട്ടുന്നത് എത്ര യൂണിറ്റ് ആണോ അതായിരിക്കും. 10ന്റെയും 15ന്റെയും LCM എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ആദ്യം ഇതിനെ 2ഉം 5ന്റെ മൾട്ടിപ്പിൾസ് ആയതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ 2ഉം ഇവിടെ 3ഉം കിട്ടും. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ LCM എന്താന്ന് എഴുതും? ഈ സൈഡിൽ വരുന്ന നമ്പേഴ്സും ഈ താഴെ വരുന്ന നമ്പേഴ്സും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താലാണ് LCM കിട്ടുന്നത്. അപ്പോൾ എത്ര വരും? 30 എന്ന് വരും.
അപ്പോൾ നമുക്കതിനെ 30 യൂണിറ്റ്സ് എന്ന് കൊടുക്കാം. അവരെന്ത് ജോലി തന്നെയാണ് ചെയ്യുന്നതെങ്കിലും 30 യൂണിറ്റ് ജോലി ചെയ്യണം. അതായത് അവർ ടോയ്സ് നിർമ്മിക്കുവാണെങ്കിൽ അവർ 30 ടോയ്സ് ആണ് നിർമ്മിക്കേണ്ടത്. ഇനിയിപ്പോൾ അവര് ബുക്സ് ബൈൻഡ് ചെയ്യുവാണെങ്കിൽ അവർ എത്ര ബുക്സ് ബൈൻഡ് ചെയ്യണം? 30 ബുക്സ് ബൈൻഡ് ചെയ്യണം. എ ഒറ്റയ്ക്ക് ബൈൻഡ് ചെയ്താലും ബി ഒറ്റയ്ക്ക് ബൈൻഡ് ചെയ്താലും എയും ബിയും കൂടെ ബൈൻഡ് ചെയ്താലും 30 ബുക്സ് അവര് ബൈൻഡ് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. എ ആണ് 30 ബുക്സ് ഒറ്റയ്ക്ക് ബൈൻഡ് ചെയ്യുന്നതെന്ന് വെച്ചോ. എക്ക് എത്ര ദിവസമുണ്ട്? 10 ദിവസമുണ്ട്. അപ്പം എ ഒരു ദിവസം എത്ര ബുക്ക് ബൈൻഡ് ചെയ്യണം? എയുടെ 1 ഡേയ്സ് വർക്ക് എത്ര ആയിരിക്കും? 30 ബുക്സ് ബൈൻഡ് ചെയ്യാൻ 10 ദിവസമാണുള്ളത്. അപ്പോൾ ഒരു ദിവസം എത്ര ബുക്സ് ബൈൻഡ് ചെയ്യണം? ഒരു ദിവസം 3 ബുക്സ് ബൈൻഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? ഇനി ബി ആണെങ്കിലോ 30 ബുക്സാ ബൈൻഡ് ചെയ്യേണ്ടത്. 15 ദിവസമാണ് ബിക്ക് ഉള്ളത്. അപ്പോൾ ഒരു ദിവസം എത്ര ബുക്ക് ബൈൻഡ് ചെയ്താലാണ് 30 ബുക്സ് ആവുന്നത്? ഒരു ദിവസം 2 ബുക്ക് വീതം ബൈൻഡ് ചെയ്യണം അല്ലേ? എങ്കിലേ എന്താവത്തുള്ളൂ? 30 ബുക്സ് ബൈൻഡ് ചെയ്ത് തീരത്തുള്ളൂ. ഇതാണ് ഇവരുടെ 1 ഡേയ്സ് വർക്ക് എന്ന് പറയുന്നത്. എ ഒറ്റയ്ക്ക് ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം 3 ബുക്സ് ബൈൻഡ് ചെയ്യണം. ബി ഒറ്റയ്ക്ക് ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം 2 ബുക്ക് ബൈൻഡ് ചെയ്യണം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇവർ ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവർ ഒന്നിച്ചാണെങ്കിൽ എയും ബിയും കൂടെ ഒരു ദിവസം എത്ര ബുക്സ് ബൈൻഡ് ചെയ്യും? എ പ്ലസ് ബിയുടെ 1 ഡേയ്സ് വർക്ക് എത്ര ആയിരിക്കും? ഒരാള് 3 ബുക്കും ഒരാള് 2 ബുക്കും ബൈൻഡ് ചെയ്യും. അപ്പൊ ഒരാള് 2 പേരും കൂടെ ഒരു ദിവസം എത്ര ബുക്സ് ബൈൻഡ് ചെയ്യും? 5 ബുക്സ് ബൈൻഡ് ചെയ്യും അല്ലേ? അപ്പൊ ഇവരുടെ 1 ഡേയ്സ് വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ഇനി 2 ആളും കൂടെ ഒന്നിച്ച് ജോലി ചെയ്താലും എത്ര ബുക്സ് ബൈൻഡ് ചെയ്ത് തീർക്കണം? 30 ബുക്സ് നമ്മൾ ബൈൻഡ് ചെയ്ത് തീർക്കണം അല്ലേ? അപ്പോൾ എത്ര ദിവസം എടുക്കും? നമ്മളോടൊപ്പം ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിൽ എന്തായാലും ടോട്ടൽ വർക്ക് വരത്തുള്ളൂ. താഴെ അപ്പൊ എന്ത് വരും? ഇവിടെ ടൈം ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? എഫിഷ്യൻസി വരും. ടോട്ടൽ വർക്കിനെ ടോട്ടൽ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യും. എത്രയാണ് ടോട്ടൽ വർക്ക്? 2 പേരും കൂടെ ചെയ്ത് തീർക്കേണ്ട വർക്ക് 30 യൂണിറ്റ് ആണ്. 2 പേരും കൂടെ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 5 വർക്ക് ചെയ്യും. അപ്പോൾ ആ ജോലി ചെയ്ത് തീർക്കാൻ എത്ര ദിവസം വേണം? 30/5 6 ദിവസം വേണം. അപ്പോൾ ഇവിടെ എത്ര വരും ആൻസർ? 6 ഡേയ്സ് എന്ന് ആൻസർ വരും. നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടേബിൾ മാത്രം വരച്ചാൽ മതി. നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇതാണ് LCM മെത്തേഡ്. നോക്കാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ തന്നേക്കുന്നത്? A can complete a work in 10 days. B can complete the same work in 20 days. C can complete the same work in 15 days. ഇതെന്താണ്? ഇവരുടെ ഡേയ്സ് ആണ്. നമ്മൾ സ്റ്റെപ്പ് 1ൽ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ സ്റ്റെപ്പ് 1ൽ LCM കണ്ടുപിടിക്കണം. 10, 20, 15. LCM കണ്ടുപിടിക്കും. എല്ലാം എന്തിന്റെ മൾട്ടിപ്പിൾസ് ആണ്? 5ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ 2, 4, 3. ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? നോക്ക്. ഇവിടെ 2ലും 4ലും ഒരു 2 ഉണ്ടല്ലേ? ആ 2 കൊണ്ട് ഒരിക്കൽ കൂടി ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1, 2, 3 എന്ന് വരും. എത്ര വരും LCM? ഇനി ഡിവിഷൻ പറ്റുമോ? ഇനി കോമൺ നമ്പേഴ്സ് ഒന്നുമില്ല അല്ലേ? അപ്പോൾ LCM എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? 5 into 2 into 2 into 3 into 1 എഴുതേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, എന്ത് വരും? ഇത് 60 വരും. അപ്പോൾ A ഒറ്റയ്ക്ക് ചെയ്താലും B ഒറ്റയ്ക്ക് ചെയ്താലും C ഒറ്റയ്ക്ക് ചെയ്താലും ഇനി ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് ചെയ്താലും എത്ര വർക്ക് ചെയ്ത് തീർക്കണം? 60 വർക്ക് ചെയ്ത് തീർക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു വർക്കിനെ ഒരു കൗണ്ട് ആയിട്ട് അങ്ങ് എസ്യൂം ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നേരത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ പോലെ 60 ബുക്സ് ആണ് ബൈൻഡ് ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ ഇവരുടെ 1 ഡേയ്സ് വർക്ക് നമുക്ക് നോക്കാം. 1 ഡേ വർക്ക് എത്ര വരും? 60 ബുക്സ് 10 ദിവസം കൊണ്ട് ബൈൻഡ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം എത്ര ബുക്ക് ബൈൻഡ് ചെയ്യണം? 6 ബുക്ക് ബൈൻഡ് ചെയ്യണം. 60 ദിവസം കൊണ്ട് 60 ബുക്സ് 20 ദിവസം കൊണ്ട് ബൈൻഡ് ചെയ്യണമെങ്കിൽ ബി ഒരു ദിവസം എത്ര ബുക്ക് ബൈൻഡ് ചെയ്യണം? 3 ബുക്ക് ബൈൻഡ് ചെയ്യണം. സി എത്ര ബുക്സ് ബൈൻഡ് ചെയ്യണം? 15 ദിവസമാ ഉള്ളത്. 4 ബുക്സ് ബൈൻഡ് ചെയ്താലേ 15 ദിവസം കൊണ്ട് 60 ബുക്ക് ബൈൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ എന്ത് കിട്ടി?
ഇവരുടെ 3 പേരുടെയും 1 days വർക്ക് നമ്മൾ കിട്ടി. ഇനി ഇവര് 3 പേരും കൂടെ ഒന്നിച്ചാ ജോലി ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എയും ബിയും സിയും കൂടി ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 1 ഡേയിൽ എത്ര വർക്ക് ചെയ്യും? ഒരാൾ 6 ബുക്ക് ബൈൻഡ് ചെയ്യുമ്പോൾ അടുത്ത ആള് 3 ബുക്ക് ബൈൻഡ് ചെയ്യും, അതിന്റെ അടുത്ത ആള് 4 ബുക്ക് ബൈൻഡ് ചെയ്യും. അപ്പോൾ എത്ര വരും? മൊത്തം അവര് 13 ബുക്സ് ഒരു ദിവസം ബൈൻഡ് ചെയ്യും. എത്ര ബുക്സ് അവർക്ക് ബൈൻഡ് ചെയ്ത് തീർക്കാനുണ്ട്? 60 ബുക്സ് ബൈൻഡ് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ എന്ത് വരും? എത്ര ദിവസം എടുക്കും? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. ഇവിടെ എത്രയാണ് എഫിഷ്യൻസി? ഇവിടെ 3 പേരും കൂടെ ജോലി ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവിടെ എഫിഷ്യൻസി എത്ര വരും? 13 വരും. എന്ത് വരും ആൻസർ? 60/13 എന്ന ആൻസർ വരും. ക്ലിയർ ആണോ? ദാ ഈ 2 ക്വസ്റ്റ്യനും നമ്മൾ ചെയ്ത കാര്യമാണ് ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് 1ൽ എന്ത് ചെയ്യും? തന്നിരിക്കുന്ന ഡേയ്സ് 2 ദിവസമോ 3 ദിവസമോ എത്ര തന്നെ ആയിരുന്നാലും ആ ഡേയ്സിന്റെ LCM കണ്ടുപിടിച്ച് അതിനെ ടോട്ടൽ വർക്കാക്കി എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ടോട്ടൽ വർക്കിനെ ഓരോരുത്തർക്കും അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ദിവസം കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓരോരുത്തരുടെയും എഫിഷ്യൻസി കിട്ടും. ഇനി എന്താ ചെയ്യാൻ പറ്റും? ആ ഓരോരുത്തരുടെയും എഫിഷ്യൻസികൾ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യും അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എത്ര പേരാണോ ഉള്ളത് അത്ര പേരും കൂടി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കിട്ടും. അപ്പൊ ടോട്ടൽ വർക്ക് കിട്ടി, ഒരു ദിവസത്തെ കമ്പൈൻഡ് എഫിഷ്യൻസിയും കിട്ടി. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടോട്ടൽ ടൈം കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ വർക്കിനെ ടോട്ടൽ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് 1 by 1 ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കാം, അടുത്തൊരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. ദാ എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ. A and B together can complete a piece of work in 6 days. എയും ബിയും കൂടി ഒരു വർക്ക് 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും അല്ലേ? അപ്പോൾ എ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടാവും, ബി ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടാവും. ഇവർ കമ്പൈൻഡ് ആയിട്ട് ഇത് ചെയ്യാനാണ് എത്ര ദിവസം എടുക്കുന്നത്? 6 ദിവസം എടുക്കും. A alone can complete the same work in 9 days. എ ഒറ്റയ്ക്ക് ചെയ്യുവാണെങ്കിൽ 9 ദിവസം എടുക്കും. എയും ബിയും കൂടെ ചെയ്യുവാണെങ്കിലോ 6 ദിവസമേ എടുക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബിക്ക് എത്ര ദിവസം ഒറ്റയ്ക്കാണ് ബി ഒറ്റയ്ക്കാണ് ആ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ ബി കംപ്ലീറ്റ് ദ വർക്ക് അലോൺ? ബി ഒറ്റയ്ക്കാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്തു തീർക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെ ചെയ്യാം? ഇവിടെ നമ്മളുടെ മെത്തേഡ് സെയിം തന്നെയാണ്. നമ്മൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കും. 9ന്റെയും 6ന്റെയും LCM നമ്മൾ കണ്ടുപിടിക്കും. ദാ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 3 9 24. ഇനി പാർട്ടീഷനിങ് ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ടോട്ടൽ വർക്ക് എന്ത് വരും? 3 × 3 × 2 എത്ര വരും? 18 വരും. അപ്പൊ ഇവരാര് ചെയ്താലും എത്ര വർക്ക് ചെയ്യണം? 18 യൂണിറ്റ് വർക്ക് ചെയ്യണം. അപ്പോൾ ഇത് ഡേയ്സ് ആണ് അല്ലേ? ഇനി എഫിഷ്യൻസി എത്ര വരും? 1 days വർക്ക്. എന്ത് ചെയ്യണം? ഈ ടോട്ടൽ വർക്ക് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം അല്ലേ? 18/9. ഇവിടെ നമുക്ക് അറിയില്ല. ഇവിടെ എത്ര വരും? 18/6. അപ്പോൾ ഒരു ദിവസത്തെ വർക്ക് എത്ര വരും? ഇവിടെ എ ഒരു ദിവസം 2 വർക്ക് ചെയ്യണം. ഇനി എയും ബിയും കൂടെ ആണെങ്കിലോ 3 വർക്ക് ചെയ്യണം. ഒന്ന് ശ്രദ്ധിച്ചേ നിങ്ങള്. എയും ബിയും കൂടി ഒരു ദിവസം 3 വർക്ക് ചെയ്യും. എ ഒറ്റയ്ക്കാണെങ്കിൽ 1 വർക്കേ ചെയ്യും, 2 വർക്കേ ചെയ്യത്തു. അപ്പോൾ എയുടെ 2 വർക്കിന്റെ കൂടെ എത്ര വർക്കും കൂടെ വന്നാലാണ് 3 വർക്ക് ആവുന്നത്? 1 വർക്കും കൂടെ. അപ്പോൾ ബി ഇവിടെ എത്ര വർക്ക് ചെയ്യും ഒരു ദിവസം? 1 വർക്ക്. അതെങ്ങനെയാ കിട്ടുന്നത്? ടോട്ടൽ വർക്കായിട്ടുള്ള എ പ്ലസ് ബിയുടെ ടോട്ടൽ വർക്കായിട്ടുള്ള 3ൽ നിന്നും 2 കുറയ്ക്കും. അപ്പോൾ എത്ര വരും? 1 വർക്ക്. അപ്പൊ ബി ഒരു ദിവസം എത്ര വർക്കാ ചെയ്യുന്നത്? ബി ഒരു ദിവസം 1 വർക്കാണ് ചെയ്യുന്നത്. അപ്പൊ ബി ഒറ്റയ്ക്കാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ബിക്ക് എത്ര വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്? 18 വർക്ക് ചെയ്ത് തീർക്കാനുണ്ട് അല്ലേ? ആ 18 വർക്ക് ചെയ്ത് തീർക്കാൻ എന്ത് സമയം എടുക്കും? 18 ബിയുടെ എഫിഷ്യൻസി 1 ആണ്. അപ്പൊ 18/1 നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 18. അപ്പോൾ
ബി ഒറ്റയ്ക്കാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ ബി എത്ര ദിവസം എടുക്കും ആ ജോലി ചെയ്ത് തീർക്കാനായിട്ട്? ബി ആ ജോലി ചെയ്ത് തീർക്കാനായിട്ട് 18 ദിവസം എടുക്കും. ക്ലിയർ ആണോ? ഓക്കെ, നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. നോക്കിക്കേ, A and B can do a piece of work in 70 and 60 days respectively. നമുക്ക് എഴുതാം, എയും ബിയും ഒരേ ജോലിയാണ് ചെയ്യുന്നത്. പക്ഷെ എ എത്ര ദിവസം എടുക്കുന്നുണ്ട്? 70 ദിവസം. ബി എത്ര ദിവസം എടുക്കുന്നുണ്ട്? 60 ദിവസം. ഇനി എന്താണ് പറഞ്ഞേക്കുന്നത്? They began the work together. അവരൊന്നിച്ചാണ് ജോലി ചെയ്ത് തുടങ്ങിയത്. ആദ്യത്തെ ദിവസം ജോലി ചെയ്തപ്പോൾ എയും ജോലി ചെയ്തു, ബിയും ജോലി ചെയ്തു. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ബട്ട് എ ലീവ്സ് ആഫ്റ്റർ സം ഡേയ്സ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, അത് എത്ര ദിവസമാണെന്ന് പറഞ്ഞിട്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? എ അങ്ങ് ജോലി മതിയാക്കി അങ്ങ് പോയി. പിന്നെ ആരാണ് ബാക്കി ജോലി ചെയ്തത്? ബി ഫിനിഷ്ഡ് ദ റിമൈനിങ് വർക്ക് ഇൻ 47 days. അപ്പോ എ പോയതിനു ശേഷമുള്ള ബാക്കി ജോലി ബി ആണ് ചെയ്ത് തീർത്തത്. ആ ജോലി ചെയ്ത് തീർക്കാൻ ബി എന്ത് സമയമെടുത്തു? ബി 47 ദിവസം എടുത്തു. അപ്പൊ 47 ദിവസം ബി ഒറ്റയ്ക്ക് ജോലി ചെയ്തു. അതിനു മുമ്പുള്ള കുറച്ച് ദിവസങ്ങൾ എയും ബിയും കൂടെ ജോലി ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ആഫ്റ്റർ ഹൗ മെനി ഡേയ്സ് എ ലീവ്? ജോലി തുടങ്ങി എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് എ ഉപേക്ഷിച്ചു പോയത്, ജോലി ഉപേക്ഷിച്ചു പോയത്? അപ്പോൾ ഇവിടെ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ആദ്യത്തെ കുറച്ച് ദിവസം എയും ബിയും കൂടാണ് ജോലി ചെയ്തത് അല്ലേ? ആ എയും ബിയും കൂടെ ഒന്നിച്ച് ജോലി ചെയ്ത ദിവസം കണ്ടുപിടിച്ചാൽ പോരെ? അപ്പോൾ എത്ര ദിവസം കഴിഞ്ഞാണ് എ പോയതെന്ന് കിട്ടും. എങ്ങനെ ചെയ്യാം? എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ച് നോക്കണം? നമ്മൾ ആദ്യമേ ടോട്ടൽ വർക്ക് നമ്മൾ കണ്ടുപിടിച്ച് നോക്കണം. 70ഉം 60ഉം തമ്മിലുള്ള ഡേയ്സ്, ആ ഡേയ്സിന്റെ LCM കണ്ടുപിടിച്ച് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കും. നമുക്ക് ആദ്യം 10 കൊണ്ട് തന്നെ അങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും? 7ഉം 6ഉം വരും. ഇനി പറ്റുമോ ഡിവൈഡ് ചെയ്യാൻ? ഇല്ല അല്ലെ? 7നും 6നും കോമൺ നമ്പേഴ്സ് ഒന്നുമില്ല. അപ്പൊ ഇവിടെ LCM എത്ര വരുന്നത്? 10 into 7 into 6. എത്ര വരും? 6 into 7 ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. 6 into 7 42. അപ്പൊ എത്ര വരും? 420. അപ്പോൾ ഇവരുടെ ടോട്ടൽ വർക്ക് എത്രയാണ്? 420 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഡേയ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് 1 days വർക്ക് അഥവാ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 420യെ 70 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? ഇവിടെയും 420യെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും എഫിഷ്യൻസി? എയുടെ എഫിഷ്യൻസി എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ബിയുടെ എഫിഷ്യൻസി എത്ര കിട്ടും? 7 എന്ന് കിട്ടും. അപ്പോൾ എ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 6 വർക്ക് ചെയ്യും. ബി ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 7 വർക്ക് ചെയ്യും. നമുക്കപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് തുടങ്ങാം. ഇവിടെ നമുക്ക് ആകെ തന്നിരിക്കുന്നത് ബി അവസാന കുറച്ച് ദിവസം ഒറ്റയ്ക്കാണ് ജോലി ചെയ്തത് അല്ലേ? അങ്ങനെ ഒറ്റയ്ക്ക് എത്ര ദിവസം ജോലി ചെയ്തിട്ടുണ്ട്? 47 ദിവസം ജോലി ചെയ്തിട്ടുണ്ട് അല്ലേ? 47 days. 47 days ആണ് ബി വർക്ക് അലോൺ. ബി വർക്ക് അലോൺ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ബുക്ക് ബൈൻഡിങ് തന്നെയാന്ന് വെച്ചോ. 420 ബുക്സ് ബൈൻഡ് ചെയ്യണം. അതിൽ അവസാനത്തെ 47 ദിവസം ആര് മാത്രമാണ് ബുക്സ് ബൈൻഡ് ചെയ്തത്? ബി മാത്രമാണ് ബുക്സ് ബൈൻഡ് ചെയ്തത് അല്ലേ? അപ്പോൾ ഈ 47 ഡേയ്സില് ബി എത്ര ബുക്സ് ബൈൻഡ് ചെയ്ത് കാണും? 47 ഡേയ്സിന്റെ ബിയുടെ വർക്ക് എത്ര ആയിരിക്കും? ഒരു ദിവസം 7 ബുക്ക് വീതം 47 ദിവസം ബുക്ക് ബൈൻഡ് ചെയ്തു അല്ലേ? അപ്പോൾ എത്ര ബുക്സ് ബൈൻഡ് ചെയ്തു? 329 ബുക്സ് ബി ബൈൻഡ് ചെയ്തു. ആകെ എത്ര ബുക്സാ ബൈൻഡ് ചെയ്യേണ്ടത്? 420 ബുക്സ് ആണ് ബൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ റിമൈനിങ് എത്ര ബുക്സ് വരും? റിമൈനിങ് വർക്ക് എത്ര വരും? റിമൈനിങ് 420 മൈനസ് 329 ബുക്സ് വരും. അത് എത്ര ബുക്സ് വരും? 91 ബുക്സ് വരും. ആ 91 ബുക്സ് ആരൊക്കെ കൂടാ ബൈൻഡ് ചെയ്തേക്കുന്നത്? എയും ബിയും കൂടാണ് അല്ലേ? കാരണം എയുടെ ഒറ്റയ്ക്കുള്ള വർക്ക് നമ്മൾ കണ്ടുപിടിച്ചു. ബാക്കി 91 ബുക്ക് ബൈൻഡ് ചെയ്തിരിക്കുന്നത് എയും ബിയും കൂടാ. എയും ബിയും കൂടെ ഒരു ദിവസം എത്ര ബുക്ക് ബൈൻഡ് ചെയ്യും? എയും ബിയും കൂടെ 1 days വർക്ക് എത്രയാണ്? 6 + 7 അല്ലേ? ഒരാൾ 6 ബുക്കും ഒരാൾ 7 ബുക്കും ബൈൻഡ് ചെയ്യും. അപ്പോൾ എത്ര ബുക്സ് ആയി? 13 ബുക്സ് ആയി. ഇനി അങ്ങനെ ഒരു ദിവസം 13 ബുക്സ് വീതം 91 ബുക്സ് അവർ ബൈൻഡ് ചെയ്തു.
ആ 91 ബുക്സ് ബൈൻഡ് ചെയ്യാൻ എന്ത് സമയം എടുത്ത് കാണും? ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി അല്ലേ? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 91 ബുക്കാണ് ഇനി ബൈൻഡ് ചെയ്യാനുള്ളത്. ഒരു ദിവസം അവർ രണ്ടാളും കൂടെ എത്ര ബുക്സ് ബൈൻഡ് ചെയ്യും? 13 ബുക്സ് ബൈൻഡ് ചെയ്യും. അപ്പോൾ എത്ര ദിവസം എടുക്കും? ദാ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 7 days എടുക്കും. അതായത് 13 × 7 ആണ് 91. അപ്പോൾ 7 days എടുക്കും. അപ്പോൾ എത്ര ദിവസം അവർ ഒന്നിച്ച് ജോലി ചെയ്തു? അവരെയും ബിയും കൂടി 91 യൂണിറ്റ് വർക്ക് ചെയ്യുവാൻ ആദ്യത്തെ 7 ദിവസം ഒന്നിച്ച് ജോലി ചെയ്തു. അതിനുശേഷമാണ് എ ലീവ് ചെയ്ത് പോയത്. ബാക്കി 329 യൂണിറ്റ് വർക്കാണ് ബി ഒറ്റയ്ക്ക് ചെയ്തത്. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാനും ഓരോരുത്തരുടെയും എഫിഷ്യൻസി കണ്ടുപിടിക്കാനും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എത്ര വിഷമകരമായ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഹൈപ്രപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. സോ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.